വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. യേശു തമ്പുരാനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു തമ്പുരാൻ പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെയും, ഇന്ന് മെയ് മാസത്തിൻ്റെ അവസാനത്തെ ദിവസം, 31-ാം ദിവസം. കഴിഞ്ഞൊരു മാസം ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. ഇവിടെ ചിന്തയ്ക്ക് സഭയിൽ നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ്. നിങ്ങൾക്കറിയാം, 6-ാം അധ്യായം എന്ന് പറയുന്നത് ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള മനോഹരമായ സുദീർഘമായ തമ്പുരാൻ്റെ പ്രസംഗമാണ്. അതിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം അപ്പം വർദ്ധിപ്പിക്കുന്നത്, രണ്ടാമത്തെ ഭാഗം കടലിൻ്റെ മീതെ നടക്കുന്നത്, മൂന്നാമത്തെ ഭാഗം ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രത്യേകമായ വിശദീകരണം. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മിപ്പോൾ വായിച്ച് കേട്ടത്. ഈ സുവിശേഷ ഭാഗത്തിൽ നിന്നും കർത്താവ് നമ്മളോട് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, യേശു തമ്പുരാൻ കടലിൻ്റെ മറുകരയിൽ എത്തിയപ്പോൾ അവരവനോട് ചോദിച്ചു, നീ എവിടെയായിരുന്നു? അതിന് കർത്താവ് ഉത്തരം അവരോട് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടോ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടോ അല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്, അപ്പം തിന്ന് വയറ് നിറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, വളരെ മനോഹരമായ ഒരു ദർശനം. അദ്ദേഹം പറയുകയാണ്, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ ജീവൻ്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. പ്രിയ സഹോദരങ്ങളെ, എത്ര മനോഹരമായ ഒരു തിരുവചനമാണ്. ഇന്ന് ലോകത്തിലെല്ലാ മനുഷ്യരും ജീവിക്കുന്നത് ഒരു വയറിന് വേണ്ടിയാണെന്ന് പറയും. ഈ ലോകത്തിൽ എത്രമാത്രം സമ്പത്തുണ്ടാക്കാം, എത്രമാത്രം സ്വത്തുണ്ടാക്കാം, എത്രമാത്രം പേരുണ്ടാക്കാം, എത്രമാത്രം പെരുമയുണ്ടാക്കാം, എത്ര വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാം, അങ്ങനെ എത്രമാത്രം ഭൗതികമായി വളരാം എന്നാലോചിക്കുന്നവരാണ്. അതേസമയം നാം ഇന്ന് ഈ ലോകത്തിൽ നശ്വരമായ അപ്പത്തിന് വേണ്ടി എന്തുമാത്രം അധ്വാനിക്കുന്നുണ്ട്. എത്ര നേരം ഭക്ഷണം കഴിക്കുന്നത്? എല്ലാവർക്കും അസുഖങ്ങളാണ്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്. എന്നാലും നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളൊന്നും കുറയ്ക്കത്തില്ല. വറുത്തതും കരിച്ചതും പൊരിച്ചതും ഒക്കെ തിന്നുവാൻ നമുക്ക് വലിയ താല്പര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ പ്രവേശിക്കാൻ ഇടവന്നു. ഒരു 3-4 ചെറുപ്പക്കാർ പിള്ളേർ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത്ഭുതപ്പെട്ടു പോയി. എന്തെല്ലാം സാധനങ്ങൾ ഓർഡർ ചെയ്ത് വെക്കുന്നത്, അതിൻ്റെ 1/3 പോലും അവർ കഴിച്ചില്ല എന്നുള്ളതാണ് അത്ഭുതം. ബാക്കിയൊക്കെ വേസ്റ്റാക്കിയിട്ട് പോയി. 10,000-10,000 രൂപയുടെ ഭക്ഷണം, ഒറ്റ നേരത്തെ ആഹാരമാണെന്ന് ഓർത്തുകൊള്ളണം. ഇതാണ് ഇന്ന് മനുഷ്യൻ കാണിക്കുന്നത്. നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് പലപ്പോഴും പണ്ട് നമ്മുടെ മാതാപിതാക്കൾ മിനിമം ഭക്ഷണം തന്ന് വളർത്തിയവരാണ്. ഭക്ഷണത്തിന് ദാരിദ്ര്യമുണ്ടായിരുന്നു. കപ്പയോ ചേനയോ ചേമ്പോ കാച്ചിലോ ഒക്കെ തരുമായിരുന്നു, അല്ലെങ്കിൽ വളരെ ദോശയോ ചമ്മന്തിയോ ഒക്കെ തരുമായിരുന്നു. അത് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. നാം ആരും ജീവിച്ചത് ഭക്ഷിക്കാൻ വേണ്ടിയല്ല. ഇന്ന് നേരെ തിരിച്ചാണ്. 3 നേരവും കടയിൽ നിന്നും ഓർഡർ ചെയ്ത് 1000-10,000 ഭക്ഷണങ്ങൾ ക്രമീകരിക്കുവാൻ മക്കൾക്ക് തയ്യാറാണ്. നമ്മെ ഭക്ഷണം എന്ത് നമ്മളെ അത് പുട്ടാണ്, എനിക്ക് വേണ്ട. ഇന്നെന്താണ്? ദോശയാണ്, എനിക്ക് വേണ്ട. വീട്ടിലുണ്ടാക്കുന്ന ഒന്നും വേണ്ട. കടയിലുണ്ടാക്കുന്ന വൃത്തികെട്ട വസ്തുക്കൾ വാങ്ങിച്ച് തിന്ന് ഉണ്ടാക്കാവുന്ന എല്ലാ അസുഖങ്ങളും ഉണ്ടാക്കുകയാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, നശ്വരമായ അപ്പത്തിന് വേണ്ടിയല്ല അധ്വാനിക്കേണ്ടത്, അനശ്വരമായ ജീവന്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണം. കാരണം ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം ഭക്ഷണം കഴിച്ചാലും
എന്തെല്ലാം ക്രമീകരണങ്ങൾ ചെയ്താലും ഞാൻ നിങ്ങളൊക്കെ മരിക്കും. എന്നാൽ നിത്യജീവന്റെ അപ്പം ഭക്ഷിച്ചാൽ നാം ഒരിക്കലും മരിക്കില്ല. കർത്താവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഔഷധമാണ് നിത്യജീവന്റെ അപ്പം. യേശുവിന്റെ തിരുശരീരവും തിരുരക്തവുമാണ്. അത് ഭക്ഷിക്കണമെങ്കിൽ യോഗ്യത വേണം, വിശുദ്ധി വേണം, തമ്പുരാനോട് പറ്റിച്ചേർന്ന് നിൽക്കണം. തായ്തൊണ്ടറിന് ഒട്ടിച്ചേർന്നൊരു ശാഖ പോലെ കർത്താവിൽ ലയിച്ച് ജീവിക്കുന്നവർ മാത്രമേ നിത്യജീവനിൽ പങ്കാളിയായി തീരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് ആത്മശോധന ചെയ്ത് നോക്കാം. നമ്മുടെ ഭൗതിക ലൗകികമായ ഭക്ഷണത്തിന് വേണ്ടി നാം അധ്വാനിക്കുന്നതിൻ്റെ ഒരു അംശം ആത്മീയ ഭക്ഷണത്തിനുവേണ്ടി നാം ചെലവഴിക്കുന്നുണ്ടോ? ആഴ്ചയിൽ ഒരിക്കൽ പോലും ദേവാലയത്തിൽ പോകാൻ മടി കാണിക്കുന്നു. ദിവസത്തിന് 1 മണിക്കൂർ പോലും പ്രാർത്ഥിക്കാൻ മടി കാണിക്കുന്നു. നല്ല ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് വേദപുസ്തകം ഒരിക്കൽ പോലും വായിക്കാത്ത ക്രിസ്ത്യാനികളാണ് ജീവിതത്തിൽ പലരും. ജീവിതത്തിൽ ചോദിച്ചു നോക്ക്, വേദപുസ്തകം മുഴുവൻ ഞാനൊന്ന് വായിച്ചു തീർത്തിട്ടുണ്ടോ? അതൊന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും കർത്താവിന് മുമ്പിൽ അമർന്നിരുന്നത് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ആരാധനാലയത്തിൽ കുറേ നേരം നിത്യാരാധനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വിശ്രമാന കൃത്യമായി എല്ലാ ദിവസവും പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞായറാഴ്ച ദിവസങ്ങൾ വിശ്രമാനയിൽ പങ്കെടുത്ത് യോഗ്യതയോടെ വിശ്രമാനം സ്വീകരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആഴ്ചയുടെ 6 ദിവസവും നെട്ടോട്ടം ഓടുകയാണ്. ഉദ്യോഗത്തിന് വേണ്ടി, ജോലിയുടെ പ്രവൃത്തികൾക്ക് വേണ്ടി രാവും പകരമില്ലാതെ അധ്വാനിക്കുന്നു. കാരണം എന്താണ്? നമുക്കൊക്കെ ഈ ലോകത്തിൻ്റെ മാമൂൻ കിട്ടും, പണം കിട്ടും. പക്ഷേ നിത്യജീവന് വേണ്ടി പ്രവർത്തിച്ചാൽ എന്ത് കിട്ടും? നിത്യജീവൻ കിട്ടും. ഇത് ബോധ്യപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. രണ്ടാമതായി സുവിശേഷം പറയുകയാണ്, ആൾക്കാർ ചോദിച്ചു, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കേണ്ടതിന്, ദൈവഹിതമനുസരിച്ച് ജീവിക്കേണ്ടതിന് പ്രവർത്തികൾ എന്താണ് ചെയ്യേണ്ടത്? യേശു പറയുകയാണ്, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഇതാണ് പ്രിയ സഹോദരങ്ങൾ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തുമതം എന്ന് പറയുന്നത് ഒരു തത്വമല്ല, ദൈവശാസ്ത്രമല്ല, ഒരു നീതിശാസ്ത്രമല്ല, കുറെ നിയമങ്ങളല്ല, കുറെ ആചാരങ്ങളല്ല, കുറെ അനുഷ്ഠാനങ്ങളല്ല, കുറെ പ്രവൃത്തികളല്ല, മറിച്ച് യേശു എന്ന വ്യക്തിയാണ്. ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശു എന്ന വ്യക്തിയിൽ അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അവൻ മനുഷ്യാവതാരം ചെയ്തവനാണ്, നമുക്ക് വേണ്ടി ജീവിച്ചവനാണ്, ചുറ്റി നടന്ന് നന്മ ചെയ്തവനാണ്, നമുക്ക് വേണ്ടി കാൽവരിയിൽ പാടുപെടുകൾ സഹിച്ച് മരിച്ചവനാണ്. അവൻ ജീവനോടെ ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവനാണ്. അവൻ ഇനിയും വരും, വീണ്ടും വരും, ന്യായാധിപനായി നമ്മളെല്ലാവരെയും വിധിക്കുവാനായിട്ട്. ഓരോരുവൻ്റെയും പ്രവൃത്തിക്കൊത്ത് ഓരോരും വിധിക്കപ്പെടും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നോ കോംപ്രമൈസ്. കർത്താവിൽ വിശ്വസിക്കുന്നതിൽ കോംപ്രമൈസ് ഇല്ല. അതായാലും കുഴപ്പമില്ല, ഇതായാലും കുഴപ്പമില്ല, എവിടെയായാലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതി വന്നിട്ടുണ്ട്. അനേക കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഡിഗ്രി ക്ലാസ്സുകളൊക്കെ കാറ്റഗിസം പഠിച്ച കുഞ്ഞുങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ച് അന്ധവിശ്വാസങ്ങളുടെ പുറകെ, അനാചാരങ്ങളുടെ പുറകെ, അനുഷ്ഠാനങ്ങളുടെ പുറകെ, അന്ധവിശ്വാസികളുടെ പുറകെ, അവിശ്വാസികളുടെ പുറകെ ഒക്കെ പോകുന്ന കാണാൻ സാധിക്കും. പൗലോസ് ചോദിക്കും, വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്തോ ബന്ധമുള്ളത്? യാതൊരു ബന്ധവുമില്ല. നമ്മൾ പറയും നല്ല സുഹൃത്തുക്കളാണെന്ന് പറയും. പക്ഷെ പലപ്പോഴും അവിശ്വാസികളുടെ ജീവിതക്രമങ്ങളിൽ നാമും ചെന്നുപെടുമ്പോൾ, അന്ധവിശ്വാസികൾ നാം ചെന്നുപെടും. പലരുടെയും കയ്യേല് ചരടുണ്ട്, ചിലരുടെയും അരയില് ചരടുണ്ട്, ചിലരുടെയൊക്കെ അരയില് തകിടുണ്ട്. എവിടെ നിന്നാണിത്? അന്ധവിശ്വാസത്തിന് കൂടുതലിൽ നിന്നും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നതാണ്. ഓർത്തുകൊള്ളുക, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ആകാശത്തിന്റെ കീഴിൽ യേശു ക്രിസ്തു അല്ലാതെ വേറൊരു നാമം ഇല്ല. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് നമ്മുടെ രക്ഷ. ഈ കർത്താവിൽ വിശ്വസിക്കുകയാണ് നിത്യജീവന്റെ അടിസ്ഥാനം. അവസാനമായിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു. നമുക്കറിയാം, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കടന്നു പോകുമ്പോൾ ഭക്ഷിക്കാനില്ല, വെള്ളമില്ല. കർത്താവ് പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു, ആകാശത്ത് നിന്ന് മന്നയും കാടപ്പക്ഷിയും പൊഴിച്ചു കൊടുത്തു. ഇത് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു. മോശ ഞങ്ങൾക്ക് ഭക്ഷണം തന്നി. കർത്താവ് പറയുകയാണ്, മോശയല്ല നിങ്ങൾക്ക് ഭക്ഷണം തന്നത്, എൻ്റെ പിതാവാണ് നിങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കൊടുത്തത്. എൻ്റെ പിതാവാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത്. കർത്താവ് പറയണം, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് യഥാർത്ഥം അപ്പം തരുന്നത്. അതിനാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതാണ്. അത്രയും ജീവന്റെ അപ്പം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. കർത്താവ് ഇനിയും തുടർന്നു വരുന്ന വാക്കുകളിൽ പറയും, ഞാനാണ് ജീവന്റെ അപ്പം, എന്നെ ഭക്ഷിക്കുന്നവൻ നിത്യമായി ജീവിക്കും. നമുക്ക് തോന്നും, ഇതെങ്ങനെ സാധിക്കുന്നത്?
പക്ഷെ യേശുവിന്റെ തിരുശരീരവും യേശുവിന്റെ തിരുരക്തവും ഭക്ഷിക്കാതെ ആർക്കും നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് സാധിക്കത്തില്ല. കർത്താവ് അപ്പം എടുത്തു പറഞ്ഞു, ഇതെന്റെ ശരീരമാകുന്നു. അത് യേശുവിന്റെ ശരീരമായി മാറുന്നു, യേശുവിന്റെ രക്തമായി മാറുന്നു. ആ തിരുശരീര രക്തങ്ങളാണ് നമുക്ക് നിത്യജീവന് വേണ്ടി യേശു നമുക്ക് നൽകുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ സുവിശേഷത്തിൽ പഠിപ്പിക്കുന്ന 3 പാഠങ്ങൾ: അനശ്വരമായ ജീവന്റെ അപ്പത്തിന് വേണ്ടി പ്രവർത്തിക്കുക, രണ്ടാമത് അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക, 3 ജീവന്റെ അപ്പം ഭക്ഷിക്കുക. തമ്പുരാൻ നൽകുന്ന ഈ നല്ല സന്ദേശങ്ങളെ ഉൾക്കൊള്ളുക, ഒരാത്മശോധന ചെയ്ത് നോക്കുക. നാം ഈ ലോകത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരു അംശമെങ്കിലും ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ? ആത്മാവിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ? യേശു എന്ന വ്യക്തിയെ എനിക്കറിയാമോ? ഹു ഈസ് ക്രൈസ്റ്റ് ഫോർ മീ? കർത്താവ് എനിക്ക് ആരാണ്? ഏതെങ്കിലും വ്യക്തി നിന്നോട് ചോദിച്ചാൽ, നിന്റെ ക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ, നിന്റെ യേശു ആരാണ് എന്ന് ചോദിച്ചാൽ നിനക്കൊരു ഉത്തരമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഉത്തരം കണ്ടുപിടിക്കണം. പത്രോസ് പറഞ്ഞ ഒരു ഉത്തരം കണ്ടുപിടിക്കണം, നിന്റേതായ ഒരു ഉത്തരം കണ്ടുപിടിക്കണം. ഓർത്തുകൊള്ളുക, നമ്മുടെ ഈ ലോകജീവിതത്തിൽ നിത്യതയ്ക്ക് വേണ്ടി ദൈവം തന്ന ഏറ്റവും വലിയ കൃപയാണ് യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും. അങ്ങനെ ദൈവകൃപയിലായിരിക്കുവാനും ദൈവത്തിന്റെ നിത്യതയെ സ്വപ്നം കണ്ട് ജീവിക്കുവാനും നമുക്ക് എല്ലാവർക്കും ഭാഗ്യം കിട്ടട്ടെ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.